സ്വാദിഷ്ടമായ ഇഞ്ചിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇഞ്ചി വേണം, ചെറിയ ഉള്ളി. ഇത്ര കായവും കൂടെ വെച്ചിട്ടുണ്ട്. കായം അത് ഈ എണ്ണ ഇഞ്ചിയുടെ കൂടെ തന്നെ ഇടാം. അപ്പോൾ അത് മൂത്ത് കിട്ടും. ഓക്കെ. ഇഞ്ചി ആദ്യം എണ്ണയിലിട്ട് വറുക്കണം. ഞാൻ കൂടുതൽ എണ്ണ ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇഞ്ചി ഉള്ളതുകൊണ്ടാണ്. ഇഞ്ചി പൊടിച്ചെടുക്കാനാണ്. ഇഞ്ചി കറിയാക്കാൻ പറ്റില്ല, ഇത് പൊടിച്ച് കൊടുത്തു വിടാനേ പറ്റുള്ളൂ. ഹസ്ബൻഡിന് ഇഞ്ചിപ്പൊടി വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇഞ്ചി പൊടിച്ച് കട്ട് ചെയ്തു. ഇത് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ട്, കാരണം ഇത്രയും എണ്ണയിലിട്ട് എന്തിനെന്ന് ചോദിക്കും. ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ അതുകൊണ്ടാണ് ഇട്ടത്. ഇത് ഇട്ടിട്ട് ഞാൻ കോരി ഇടുന്ന ഒരു പേപ്പറിലാണ്. ആദ്യം ഒരു പ്രാവശ്യത്തിന് വറുത്തിട്ടിട്ടുണ്ട്. ഇനി ഇത് വറുത്തതിന് ശേഷം ഇനി ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 50 ഗ്രാമിൽ കൂടുതലുണ്ട്. ഇത് അത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട്, അപ്പോൾ ഉള്ളിയും പുളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് വറുത്തെടുക്കുക. അത് മൂപ്പിച്ചിട്ട് പൊടിക്കാൻ പരുവത്തിന് എടുക്കണം. കാരണം അത് നല്ലോണം മൂത്താലേ ഇരിക്കുകയുള്ളൂ. ഇത് കുറച്ച് ദിവസത്തേക്ക് വെച്ചെടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വറുത്ത് പൊടിച്ച് എല്ലാം കൂടെ ആക്കി വെച്ചിട്ട്, നിങ്ങൾ വേണമെന്നുള്ളപ്പോഴേ ഇച്ചിരി കടുക് താളിച്ച് നിങ്ങൾക്ക് അതിൽ ഉപ്പ് വേണമെങ്കിൽ പുളി വേണമെങ്കിൽ പിഴിഞ്ഞൊഴിച്ചിട്ട് അത് തിളപ്പിച്ചിട്ട് അതിൽ ഈ പൊടിയിട്ട് കലക്കി എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചിക്കറിയാവും. വറുത്തെടുക്കുന്നതിൻ്റെ ബാക്കി എണ്ണ നമ്മളിത് ഉപയോഗിച്ചുകൂടാന്ന് പറയും, വറുക്കണതിൻ്റെ എണ്ണയൊന്നും. പക്ഷേ പണ്ട് കാലത്ത് എൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും ആർക്കും ഒരു അസുഖവും വന്നിട്ടില്ല. ഇന്നത്തെ കാലത്ത് വേറെ പല എണ്ണകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജന്മാരും ഉണ്ട്. അതുപോലെ വെളിച്ചെണ്ണയിലും ഇപ്പം വ്യാജന്മാരുണ്ട്. അപ്പം ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അപ്പം അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയൊക്കെയാണ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് അതിൽ വറുത്തിട്ട് പിന്നെ വീണ്ടും എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അച്ചപ്പവും ഉണ്ണിയപ്പവും എല്ലാം എടുക്കുമായിരുന്നു. ഇതൊക്കെ ബാക്കി വരുന്ന എണ്ണ വീട്ടിൽ പാചകത്തിനും എടുത്തിട്ടുണ്ട് നമ്മൾ കറി വെക്കാനായിട്ട്. അപ്പം അതുപോലെ ഈ ഇഞ്ചിയും ഈ ഉള്ളിയും വറുത്തതിൻ്റെ എണ്ണ നമുക്ക് ഇപ്പോൾ വേറെ കറി വെക്കാൻ സാമ്പാറിന് നമ്മളെടുത്ത ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ കടലക്കറി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അതിൽ കൂടെ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം തോരനൊക്കെ ആണെങ്കിലും ഇത് ചേർക്കാൻ കുഴപ്പമില്ല. കാരണം ഗ്യാസിൻ്റെ അസുഖമൊന്നും വരത്തില്ല. ഇഞ്ചിയും കൂടെ അടങ്ങിയ എണ്ണയാണിത്. അപ്പം ഈ എണ്ണ കൊണ്ട് നമുക്ക് ഗ്യാസ് ട്രബിളൊക്കെ മാറിക്കിട്ടും. നമ്മൾ തോരനൊക്കെ വയ്ക്കുമ്പോഴോ ഏത് കറി വയ്ക്കുമ്പോഴോ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനിയും ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ കിടക്കുന്നത് മുരുമുരാന്നായിട്ട് എനിക്കിത് പൊടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല പൊടിക്കാൻ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നല്ല ഇതാവണം. അതിനുശേഷം കോരിയെടുക്കാം. കോരിയൊക്കെ മൂത്ത് ഞാനത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഈ പേപ്പറിൽ തന്നെ ഇടുന്നത്, കാരണം ഇതിൻ്റെ എണ്ണ അത്രയും പോയാലേ എനിക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. കണിക്കുകയും വേണം. അപ്പം അതിൻ്റെ കൂടെ പേപ്പറിലെ എണ്ണ എത്രയും പോകണം. എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കൊക്കെ വന്ന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിന് സ്റ്റെൻഡൊക്കെ ഇട്ട ആളാണ്. പിന്നെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഗൾഫിൽ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യാമായിരുന്നു. പക്ഷേ വീട് വെച്ചതിൻ്റെ ലോണും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീട്ടണമല്ലോ. നമ്മളിവിടെ നാട്ടിൽ നിന്നിട്ടും വലിയ ഗുണമൊന്നുമില്ല. ഇവിടെ വലിയ ജോലിയൊന്നും കിട്ടാറില്ല. ഇതിലിപ്പോൾ ഞങ്ങൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളായാലും ഇവിടെ ഞങ്ങളുടെയൊക്കെ ബന്ധുക്കളെല്ലാം പുറത്താണ് ജോലിക്ക് പോകുന്നത്. കാരണം ആർക്കും ഇവിടെ കേരളത്തിലൊരു ജോലിയില്ല. കാരണം അവർക്കൊന്നും കിട്ടാറില്ലല്ലോ, എല്ലാം സംവരണമാണല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ജോലി നമുക്ക് കിട്ടത്തില്ല. മുളക് പൊടിയാണ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം നല്ല എരിവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഇട്ടത്. കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടു. ഒരുപാടൊന്നും വേണ്ട, ഇഞ്ചിക്കായതുകൊണ്ട്. വേണമെന്നുള്ളത് ഓരോരോ ഇഷ്ടമാണ് എത്ര വേണമെന്നുള്ളത്. ഇപ്പം നമ്മൾ ഇത്രേ ഇടുന്നുള്ളൂ, എങ്കിലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇട്ടത്. ഇത് ഉലുവപ്പൊടിയെ അത് ഇട്ട്. ഓക്കെ. അപ്പം ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടി വെച്ചു.
ഒന്ന് മൂക്കണം, ഒന്ന് മൂത്ത് കിട്ടണം, അത്രയും വേണം. ചൂടായപ്പോരാ, കുറച്ചൊന്ന് മൂത്ത് കിട്ടിയാലേ ഇതിനൊരു വറുത്തെടുക്കണം, കരിക്കാൻ പാടില്ല. അപ്പോൾ ഇത് മതി. കൂടുതൽ നേരം ഇരുന്ന് ഇപ്പം കഴിഞ്ഞു പോകും, അടിയിലെ ചൂട്. ഇതിങ്ങനെ അപ്പോൾ ഇത് ജാറിലേക്ക് ആക്കി ഞാൻ എല്ലാം കൂടെ ജാറിലിട്ടു. അത് കഴിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതിലേക്ക് ഉപ്പ് ഇത്രയും വേണ്ട, കുറച്ചുകൂടെ കുറയ്ക്കാം. കാരണം വേണമെങ്കിൽ ഉപ്പിട്ട് കഴിക്കാമല്ലോ. അപ്പം ഞാൻ ഉപ്പ് കുറച്ചിട്ടുള്ളേ, സ്വല്പം കൂടെ ഇട്ടേക്കാം, കറക്റ്റ് അതായിരിക്കും. കൂടുതൽ ഉപ്പായാലേ, കാരണം പുള്ളിക്കാരന് BP എല്ലാം ഉള്ളതാണ്, അപ്പം കുറച്ച് മതി. അപ്പം ഇത്രയിട്ട് ഇനി പൊടിക്കാം. അപ്പം ഇഞ്ചി പൊടിച്ചു, പക്ഷെ ഇതിൽ എണ്ണയിൽ വറുത്തതിൻ്റെ എണ്ണമയം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇനി വേണമെങ്കിൽ കടുക് വറുക്കണേൽ എണ്ണ കുറയ്ക്കുക, അങ്ങനെയൊന്നും എടുക്കണ്ട. ഇത് മാത്രം വെച്ച് കഴിച്ചാലും മതി. ശകലം വലിയ കഴിക്കണം, നമ്മൾ കൂടുതൽ കഴിക്കത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഇത് കേടാവത്തില്ല കേട്ടോ, കുറേ നാളിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ ഇനി എണ്ണ ഇല്ലാതെ വറുത്തെടുത്താൽ മാത്രമേ അത് എത്രത്തോളം നേരം വരും എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എണ്ണ ഇട്ട് തന്നെ വറുത്തെടുത്തു. എണ്ണ കൂടുതലാണ്, പക്ഷേ ഇത് അല്പം കഴിക്കാൻ വേണ്ടിയായതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇഞ്ചിപ്പൊടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് പൊടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇച്ചിരി എണ്ണ കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു അലക്കിയ തുണിയിൽ ഈ പൊടി തട്ടിയിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് എണ്ണ മാറ്റിയിട്ടാണ് പുള്ളിക്കാരനെ കൊടുത്തു വിട്ടത്. അവിടെ എന്തായാലും ഗൾഫിലായതുകൊണ്ട് അവിടെ ആ പൊടി അങ്ങനെ തന്നെ കഴിക്കും, അതിൽ പിന്നെ കറിയാക്കാനായിട്ട് നോക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഇഞ്ചിപ്പൊടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്താം. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണം. അതുപോലെ ലൈക്ക് ചെയ്യാതെ പോകരുത്. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം, അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ സന്തോഷം, നന്ദിയുണ്ട്. അപ്പോൾ ഓക്കേ, ബൈ ബൈ.